ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 അതിൻ്റെ സെക്കൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡിൽ മെയിനായിട്ട് നമുക്ക് 2-3 കാര്യങ്ങളാണ് മെൻഷൻ ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ഭീകരമായിട്ടുള്ള വഴക്ക് അടി അവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രേണുസുതിക്കും ഷാനവാസിനും വന്ന ഒരു തലവേദനയാണ് അതിൻ്റെ മെയിൻ റീസൺ. സെക്കൻഡ് വന്നിട്ട് നമ്മുടെ ഷാനു പെട്ടെന്ന് ഒരു കുലപുരുഷനായി മാറിയ ഒരു സിറ്റുവേഷൻ കൂടിയാണ് നമുക്കിതിൽ മെയിനായിട്ട് സംസാരിക്കാനുള്ളത്. അപ്പം മാത്രമല്ല, ഇതിൽ ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തു. അതായത് നമ്മുടെ ബിഗ് ബോസിലെ ഈ സീസണിലെ ഫസ്റ്റ് ക്യാപ്റ്റനെ എല്ലാവരും കൂടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, നോമിനേഷൻ ലിസ്റ്റിലോട്ടുള്ള ആൾക്കാരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, ഓൾറെഡി നടന്നുകൊണ്ടിരുന്നിരുന്ന ആ ഒരു ബാഡ്ജ് തട്ടിപ്പറിക്കുന്ന ടാസ്ക് താൽക്കാലികമായിട്ട് ബിഗ് ബോസ് നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം അത്രത്തോളം അക്രമമായിരുന്നു അതിൽ നടന്നുകൊണ്ടിരുന്നത്. ആർക്കും ഇരിക്കാനും നിൽക്കാനും ഉറങ്ങാനും ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം ഫിസിക്കലായിട്ടുള്ള ആ ഒരു അറ്റാക്ക് എന്തായാലും അതിലുണ്ടാവുമല്ലോ. അപ്പോൾ അത് നിർത്തിവെച്ചു. ആ ഒരു സിറ്റുവേഷൻ മാനിച്ചിട്ട് അതാണ് ആദ്യമായിട്ടുണ്ടായ ഒരു ലിവിങ് റൂമിൽ വന്നിരുന്നിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായത്. സെക്കൻഡ് വന്നിട്ട് അവിടെ ഓൾറെഡി ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ബിഗ് ബോസ് കുറച്ച് കോസ്മെറ്റിക് സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആരൊക്കെയോ എടുത്ത് ലേഡീസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആരൊക്കെയാ എന്ന് ചോദിച്ചപ്പം എല്ലാ പെണ്ണുങ്ങളും അതിലുള്ളത് എണീറ്റ് നിന്നു. എല്ലാവരും എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ടായിരുന്നു ആരാണ് ആദ്യമായിട്ട് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അത് നോറ, ആദില അവരാണ് ആദ്യം എടുത്ത് യൂസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അവരാണ് ആദ്യം എടുത്തത്. അപ്പം ബിഗ് ബോസ് ചോദിക്കുന്നത് ഒരാൾ കിണറ്റി ചാടി എന്ന് വെച്ചിട്ട് എല്ലാവരും നിങ്ങൾ പോയിട്ട് കിണറ്റി ചാടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ശൈത്യ സന്തോഷം അതിൻ്റെ ഇടയിൽ കൂടെ ഭയങ്കര ഒരു നന്മമരം ചമഞ്ഞ് എണീറ്റ് നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് അത് എടുക്കണ്ട എന്നുള്ളത്, പക്ഷേ ആരും കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഭയങ്കര നല്ല ആളാണ് എന്ന് കാണിക്കാനോ ഒക്കെ ഒരു ഡ്രാമ പോലെ തോന്നി. അപ്പോൾ അനീഷ് നല്ലൊരു കൊട്ട് ശൈത്യക്ക് കൊടുക്കുന്നുണ്ട്. ശൈത്യയോട് പറയുന്നുണ്ട്, ഓക്കെ നിങ്ങളത് യൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഓക്കെ, നിങ്ങളത് യൂസ് ചെയ്തു എന്നിട്ട് പിന്നെ അത് എടുക്കണ്ട എന്ന് പറഞ്ഞതായിരുന്നു, അതായിരുന്നു ഇതായിരുന്നു എന്നൊന്നും പറയുന്നതിൽ യാതൊരു പ്രസക്തിയില്ല എന്ന് പറഞ്ഞ് നല്ലൊരു കൊട്ട് കൊടുക്കുന്നുണ്ട്. അതെനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തു എന്ന് പറയണം, അല്ലാണ്ട് എനിക്ക് യൂസ് ചെയ്യണം എന്നുണ്ടായിരുന്നില്ല, ഇവരൊക്കെ യൂസ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തത് അങ്ങനെയൊന്നും പറഞ്ഞ് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഡ്രാമ കളിക്കേണ്ട ഒരാവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു റീസൺ പറഞ്ഞിട്ടാണ് ശൈത്യനെ പലരും നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള ടാസ്ക് ആയിരുന്നു. അത് ഗംഭീര ട്വിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ ഒരു ടാസ്ക് ലെറ്റർ വായിച്ചു. അതായത് നിങ്ങൾക്ക് ഈ ആഴ്ച ക്യാപ്റ്റൻ ആവണമെന്ന് തീരെ ആഗ്രഹമില്ലാത്ത ആളുടെ ഫേസിൽ കൊണ്ടുപോയിട്ട് ഒരു ഷേവിങ് ഫോം കൊടുത്തിട്ടുണ്ട്, അത് കൊണ്ടുപോയിട്ട് തേക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒട്ടുമിക്ക ആളുകളും കൊണ്ടുപോയിട്ട് തേച്ചത് നമ്മുടെ അനീഷിൻ്റെ മുഖത്ത് കൊണ്ടുപോയിട്ടാണ് ഈ ഒരു സംഭവം തേച്ചത്. ഏറ്റവും കൂടുതൽ തേപ്പ് കിട്ടിയത് അനീഷിനായിരുന്നു. അപ്പോൾ തേപ്പ് കിട്ടാത്ത കുറേ പേരുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ആർക്കൊക്കെയാണ് തേപ്പ് കിട്ടാത്തത് എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഈ തേപ്പ് കിട്ടാത്തവരൊക്കെ ഭയങ്കര ആവേശത്തിൽ അങ്ങോട്ട് എണീറ്റ് നിൽക്കുമായിരുന്നു, ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ നമ്മൾ തന്നെ എന്ന് ഉറപ്പിച്ചിട്ട്. പക്ഷേ നല്ലൊരു പണിയാണ് ബിഗ് ബോസ് കൊടുത്തത്. ബിഗ് ബോസ് പറഞ്ഞു തേപ്പ് കിട്ടാത്തവരല്ല, ഏറ്റവും കൂടുതൽ തേപ്പ് കിട്ടിയ അനീഷിനെയാണ് ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. എല്ലാവരുടെ ഫേസും ഒന്ന് കാണുമായിരുന്നു, കടന്നൽ കുത്തിയമാതിരി ഇരിപ്പുണ്ടായിരുന്നു എല്ലാവരുടെ ഫേസ്. കാരണം ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല അനീഷ് ക്യാപ്റ്റനാകുന്നത്. കാരണം അനീഷ് നല്ല പ്രൊവോക്കിംഗ് ആണ്. അത് നമുക്ക് തന്നെ തോന്നുമ്പോൾ അവിടെ ഉള്ളവരുടെ അവസ്ഥ എന്താ ആലോചിച്ച് നോക്കുക. ഇയാളുടെ ഒരു ഗെയിം സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ നല്ല രീതിക്ക് പോയിട്ട് ചൊറിഞ്ഞ് പ്രൊവോക്ക് ചെയ്യും. എന്നിട്ട് ഇവരെന്തെങ്കിലും ഇങ്ങോട്ട് പറയുമ്പോൾ ഇയാൾ ഇതിന് യാതൊരു റിപ്ലൈയും കൊടുക്കില്ല. ഒന്നുകിൽ പറഞ്ഞാൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഒരു റിപ്ലൈയും കൊടുക്കില്ല. അതാണ് ഇയാളുടെ ഒരു സ്ട്രാറ്റജി. അങ്ങനെ ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും ഭയങ്കര പ്രൊവോക്കിങ് സത്യം പറഞ്ഞാൽ. അതായത് നമ്മൾ ചൊറിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും അവിടെ പോയി പറയുമ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാളും വലിയൊരു പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയാണ് പുള്ളിക്കാരൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും പുള്ളിക്കാരനെ ഒട്ടും താല്പര്യമില്ല. നല്ല രീതിക്ക് ആളുകളെ പ്രൊവോക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് ഗവേഷണം നടത്തി 5-6 വർഷം ഗവേഷണം നടത്തി തന്നെയാണ് പുള്ളി പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി വന്നിട്ട് എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. പക്ഷേ ഇപ്പം നല്ല രീതിയിൽ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന അനീഷിന് ഈ ഒരു സ്ട്രാറ്റജി കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എല്ലാവരും ഈ ആളുടെ പിന്നാലെയാണ്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു രന ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ള ആ കുട്ടി നല്ല രീതിക്ക് ഗെയിം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അനീഷിനൊക്കെ പോയിട്ട് ഇങ്ങനെ പിന്നാലെ നടന്ന്, അതായത് പുള്ളിക്കാരനൊരു ഒറ്റപ്പെടൽ നാടകം കളിച്ചിട്ട് സപ്പോർട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയൊന്ന് മനസ്സിലാകുമ്പോൾ ഇയാളുടെ പിന്നാലെ തന്നെ ചെന്നിട്ട് എന്താ ചേട്ടാ ഞാൻ എന്തെങ്കിലും ചെയ്യണോ, ഞാൻ എന്തെങ്കിലും സഹായിക്കണോ, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രന ഫാത്തിമ ഫുൾ ടൈം ഇയാളുടെ പിന്നാലെ, ഇയാളെ ഒറ്റപ്പെടാൻ വേണ്ടി സമ്മതിക്കാതെ പിന്നാലെ നടക്കുന്നത്. ആൾക്ക് ഗെയിം എന്താണെന്നുള്ളത് കറക്റ്റായി മനസ്സിലായിട്ടുണ്ട്. ആ ഒരു ഏജ് അങ്ങനെയാണെങ്കിൽ പോലും പുള്ളിക്കാരി കറക്റ്റായിട്ട് ഗെയിം എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് ബിഗ് ബോസ് സീസൺ 7 ഫസ്റ്റ് നോമിനേഷൻ ആയിരുന്നു. അപ്പോൾ ഇതിലാണ് നമ്മുടെ ഷാനവാസ് നമ്മുടെ ജിസൽ എന്ന് പറഞ്ഞ മോഡലായിട്ടുള്ള ലേഡിയെ നോമിനേറ്റ് ചെയ്യാനുള്ള റീസൺ ആയിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരിയുടെ ഡ്രസ്സിങ് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ച ഡ്രസ്സിങ് അല്ല, അതായത് കേരള സംസ്കാരത്തിന് യോജിച്ച രീതിയിലുള്ള ഡ്രസ്സിങ് അല്ല ഇടുന്നത്, അതുകൊണ്ട് അവർ പുറത്ത് പോകണം എന്നാണ് ആഗ്രഹം എന്നാണ് ഈ പറഞ്ഞ പുള്ളിക്കാരൻ പറഞ്ഞത്.
എനിക്ക് ഷാനവാസിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. കാരണം ഈ പറഞ്ഞ ലേഡി എന്ന് പറയുന്നത് അവരൊരു മുംബൈക്കാരിയാണ്, മലയാളിയാണെങ്കിൽ പോലും അവിടെയാണ് ജനിച്ചതും വളർന്നതും എല്ലാം. അപ്പോൾ അവർ ഇത്രയും കാലം ശീലിച്ച് പോകുന്ന ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ തന്നെയാണ് അവർ ഇതിലും യൂസ് ചെയ്യുന്നത്. മലയാളം ബിഗ് ബോസ് ആണെന്ന് കരുതി അവർക്ക് സെറ്റും മുണ്ടും അല്ലെങ്കിൽ ചുരിദാറും ഈ പറഞ്ഞ ദാവണിയും ഒന്നും എടുത്ത് നടക്കാനൊന്നും പറ്റില്ല അല്ലേ. അപ്പോൾ പറയും ഇത് മലയാളികളല്ലേ പ്രേക്ഷകർ, അപ്പം അങ്ങനെ മലയാളികളാണ് പ്രേക്ഷകർ വെച്ചാൽ അത് ബിഗ് ബോസിൻ്റെ ആളുകളാണ് തീരുമാനിക്കേണ്ടത് അല്ലേ. മലയാളികളാണ് പ്രേക്ഷകർ, അപ്പോൾ അങ്ങനത്തെ മലയാളി തനിമയുള്ള അങ്ങനത്തെ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളെ മാത്രം വിളിച്ചാൽ മതി. ഇത് ബിഗ് ബോസുകാരാണ് ഇത് അവരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അവർ നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് പെരുമാറണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഇത് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ ഈ പുള്ളിക്കാരൻ ഭയങ്കര ഒരു ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ടിട്ട് ഭയങ്കര കേരള തനിമയോടുകൂടെ വേണം നടക്കാൻ. അങ്ങനെയൊന്നുമല്ല, പുള്ളിക്കാരൻ ഒരു ബോക്സർ ഇട്ടിട്ടാണ് നടക്കുന്നത്. അപ്പോൾ പിന്നെ മറ്റുള്ളവരെ വിമർശിക്കാൻ എന്താണ് അധികാരമുള്ളത്? ഈ പുള്ളിക്കാരൻ അങ്ങനെ നടന്നിട്ടാണ് ഈ പറയുന്നത് വെച്ചാൽ അതിലൊരു അർത്ഥം ഉണ്ടെന്ന് വയ്ക്കാം. എന്ന് മാത്രമല്ല, പുള്ളിക്കാരൻ്റെ കാഴ്ചപ്പാടിലുള്ള സംസ്കാരമാണ് ശരി, മറ്റേവരുടെ സംസ്കാരം തെറ്റാണ് എന്ന് പറയുന്നതിനോടൊന്നും നമുക്കാർക്കും അത് എനിക്ക് യോജിക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളിതിൽ. നെക്സ്റ്റ് വന്നിട്ടാണ് ഭീകരമായിട്ടുള്ളൊരു വഴക്ക്. അതെന്താ റീസൺ എന്ന് വെച്ചാൽ, ഈ നോമിനേഷൻ്റെ സമയത്ത് നമ്മുടെ രേണുസുതിക്ക് ഭയങ്കരമായ തലവേദന എന്ന് പറഞ്ഞിട്ട് അവിടെ ആരുടെ മടിയിൽ കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഷാനവാസിനും തലവേദന അനുഭവപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രേണുസുതി ഈ തലവേദനേൻ്റെ കാര്യം നമ്മുടെ ക്യാപ്റ്റനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാപ്റ്റൻ അതിന് അപ്രൂവൽ കൊടുത്തിരുന്നു. പക്ഷേ നമ്മുടെ ഷാനവാസ് ഇത് സംസാരിച്ചിരുന്നില്ല, അതുകൊണ്ട് ക്യാപ്റ്റന് അത് അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ട്, അതായത് രേണുസുതിൻ്റെ തലവേദനയ്ക്ക് മാത്രം അപ്രൂവൽ കൊടുത്തു, നമ്മുടെ ഷാനവാസിൻ്റെ തലവേദനയ്ക്ക് അപ്രൂവൽ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് വഴക്ക് തുടങ്ങുന്നത്. ഈ വഴക്കിൻ്റെ മെയിൻ ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ അഭിലാഷും രണ്ട് അപ്പാനി ശരത്തുമാണ് തുടങ്ങി വെക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ, ഈ നോമിനേഷൻ കഴിഞ്ഞപ്പോൾ രേണുസുതി എണീറ്റ് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർ വന്നിട്ട് പറഞ്ഞു കള്ള തലവേദനയാണ്, രേണുസുതി വെറും ആക്ടിംഗ് ആണ്, അതായത് ഉറങ്ങാൻ വേണ്ടിയിട്ട് തലവേദന അഭിനയിച്ചതാണ്, ഇപ്പോൾ ഡോക്ടറെ കൊണ്ടുവന്നിട്ട് പ്രൂവ് ചെയ്യണം ഇവർക്ക് തലവേദന ഇല്ല എന്നുള്ളത് ഇതൊക്കെ പറഞ്ഞു. എൻ്റെ ദൈവമേ, അഭിലാഷൊക്കെ കിടന്ന് അങ്ങോട്ട് ഷൗട്ട് ചെയ്ത് ഭീകരമായ ഷൗട്ടിംഗ് ആയിരുന്നു. അപ്പോൾ രേണുസുതി അങ്ങോട്ടും പോയിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന് ചോദിക്കുന്നത് തലവേദന ഉള്ള ഒരാൾക്ക് ഇങ്ങനെ ഷൗട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് രേണുസുതി തലവേദന ഉള്ള ആൾക്ക് ഷൗട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അതൊക്കെ വെറുതെ വിചാരിക്കുകയാണ് കേട്ടോ. കാരണം തലവേദനയായിട്ട് നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ദേഷ്യം വന്നാൽ നമ്മൾ ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യും, എണീറ്റ് നടക്കുക, പോയിട്ട് ചായ ഇട്ട് കുടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ തലവേദന ഉള്ള ആൾ എണീക്കില്ല, അത് ഒരേ രീതിയിൽ കിടക്കുകയുള്ളൂ എന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. അപ്പോൾ പിന്നെ ഷാനവാസ് അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. ഷാനവാസ് തലവേദനയായിട്ട് അവിടെ കിടക്കില്ല, അല്ലെങ്കിൽ അവിടെ ഇരിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. ഇവരുടെ പിന്നാലെ നടന്ന് അടി കൂടെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ രേണുസുതി ആയതുകൊണ്ട് അത് ഭയങ്കര ആക്ടിംഗ് ആണ് എന്ന് പറയുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. അത് മാത്രമല്ല, രേണുസുതിക്ക് ഭയങ്കര നെഗറ്റീവാണ് എന്നുള്ളത് ഈ പറയുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ രേണുസുതിയായിട്ട് ഭയങ്കരമായിട്ടുള്ള തർക്കം ഉണ്ടാക്കി കഴിഞ്ഞാൽ പുറത്ത് നല്ല സപ്പോർട്ട് കിട്ടും എന്നൊരു ധാരണയിൽ കൂടെ അത് ആ ഒരു ഉദ്ദേശത്തിൽ മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് പോലും തോന്നിപ്പോകുന്നുണ്ട് ഇവരുടെ ഈ ഭയങ്കരമായിട്ടുള്ള വഴക്ക് കാണുമ്പോൾ. ഇത്രയും വഴക്കും ബഹളവും ഒക്കെ നടന്നിട്ട് അനീഷ് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, വീണ്ടും അവിടെ പോയിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് മെഡിക്കൽ എമർജൻസി ഉണ്ട്, രേണുസുതിക്ക് തലവേദനയാണ് എന്നൊക്കെ പോയി പറഞ്ഞു. അപ്പോൾ ഇതൊന്നും കൂടെ ഈ ഷാനവാസിനെ കൊണ്ട് കൊണ്ടുപിടിച്ച് ഒളിപ്പിച്ചു. കാരണം ഫസ്റ്റ് ടൈം ഈ പറഞ്ഞ ഷാനവാസ് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല തലവേദന എന്നുള്ള കാര്യം, പുള്ളി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ഇത്രയും ബഹളമൊക്കെ ഉണ്ടായിട്ട്, അതായത് എൻ്റെ തലവേദനയ്ക്ക് ഇവിടെ ഒരു വിലയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടായിട്ട് വീണ്ടും ചെന്ന് പറഞ്ഞപ്പോൾ ഷാനവാസിൻ്റെ കാര്യം പറയാതെ രേണുസുതിൻ്റെ കാര്യം മാത്രം വീണ്ടും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് ഭീകരമായിട്ടുള്ള അടി വീണ്ടും തുടങ്ങി. അപ്പോൾ ആ പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈം ഈ പറഞ്ഞ ക്യാപ്റ്റൻ അറിഞ്ഞിട്ടില്ല, പക്ഷേ സെക്കൻഡ് ടൈം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും വീണ്ടും പോയിട്ട് രേണുസുതിക്ക് വേണ്ടി മാത്രം മെഡിക്കൽ എമർജൻസി പറയുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല. അതിൽ ഷാനവാസ് പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ട്. അപ്പോൾ ഇതാണ് അനീഷിൻ്റെ ഒരു പ്രൊവോക്കിംഗ് രീതി എന്ന് പറയുന്നത്. അതായത് ഈ ഷാനവാസ് വന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, ഓക്കെ ആദ്യം നിങ്ങൾക്ക് അറിയില്ലായിരുന്നു, പക്ഷേ ഇപ്പം ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോൾ, ഇവരൊക്കെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് തലവേദന ഉണ്ട് എന്നുള്ള കാര്യം, എന്നിട്ടും നിങ്ങൾ എന്താണ് അത് റിപ്പോർട്ട് ചെയ്യാത്തത്, രേണുസുതിൻ്റെ കാര്യം മാത്രം റിപ്പോർട്ട് ചെയ്തത് എന്നൊക്കെ വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഇയാളുടെ മറുപടി എന്നോടാരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീണ്ടും എൻ്റെ ദൈവമേ എന്തൊരു വെറുപ്പിക്കലും പ്രൊവോക്കിംഗും ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അപ്പുറത്തുള്ള ആൾ വീണ്ടും ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയാണ് അനീഷ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര കാലം മുന്നോട്ട് പോകുന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് എപ്പിസോഡ് 2 നടന്നിട്ടുള്ളത്. പിന്നെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡിൽ അറിയാം. അപ്പോൾ താങ്ക് യു.